പള്ളിയിൽ നോമ്പ് തുറ, സമൂഹം നോമ്പ് തുറ, കുടുംബക്കാരാണ് നോമ്പ് തുറ, അടിയന്റെ വീട്ടിൽ നോമ്പ്, അങ്ങനെ എല്ലാം എന്തെല്ലോമായിട്ട് സന്തോഷകരമായി. ആർക്കും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ആർക്കും ഒരു പ്രയാസം. നോമ്പ് പഠിച്ച നോമ്പ് വന്നു. ഈ നോമ്പ് കഴിഞ്ഞാൽ ആരെങ്കിലും പറയോ ആ ഒരു മാസം നോമ്പായിട്ട് ഞാൻ ആകെപ്പാടെ കുടുങ്ങി മറിഞ്ഞുപോയി? ആരും പറയില്ല. ഒരു മനുഷ്യൻ പോലും പറയില്ല. എന്തൊരു റാഹത്തായിരുന്നു എന്നാ പറയുള്ളൂ. എന്തോ ഒരു റാഹത്ത്, സന്തോഷം. പണിയെടുത്തത് എന്നാൽ സന്തോഷമായിരുന്നു എന്നാ നമ്മൾ പറയാം. കാരണം അത് അള്ളാഹു നൽകുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട് നൽകുന്ന ഒരു വലിയ പുണ്യമായ മാസമാണ്. അതിനെ നല്ല നിലയിൽ സ്വീകരിച്ചവർക്ക് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് അത് നൽകുമാറാകട്ടെ. ഇന്നത്തെ രാത്രിയാണ് അവസാനമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനൊരു കോരലുണ്ട്. നരകത്തിൽ നിന്നൊരു കോരൽ, അവസാന സമയത്ത് കണക്കുമില്ലാത്തൊരു കോരൽ. ഓരോ കോരൽ ഒരു കോരല് കോരിയിട്ട് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് വിടുന്ന. അതിൽ ആരെല്ലാം കുടുങ്ങ, എത്ര ആളാണ് ആർക്കും കണക്കാക്കാൻ കഴിയില്ല. നമ്മളെങ്ങാനും നരകത്തിന്റെ അവകാശിയാണെങ്കിൽ ആ കോരലിനെങ്കിലും ഞങ്ങളെ നീ പൊടുത്തണേ റഹ്മാനെ, ഞങ്ങളെ കുടുംബത്തിനെ പൊടുത്തണേ തമ്പുരാനെ. സന്തോഷകരമായി ജമാഅത്തിന് വന്ന ആളുകൾ, പള്ളിയെ ബഹുമാനിച്ച ആളുകൾ, പള്ളിയെ ആദരിച്ച ആളുകൾ, അവരുടെയൊക്കെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാവും. നാളെ തീരാണല്ലോ, നാളെ ഒന്നിനും വരാത്ത പിന്നെ ഓനെപ്പറ്റി പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നോമ്പിന് പള്ളിയില്ല, നിസ്കാരമില്ലാത്ത ആളെ പറ്റി പിന്നെ നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓനിക്ക് നോമ്പായാലും നോമ്പല്ലെങ്കിലും ഒക്കെ കണക്കാണ്. അങ്ങനെയല്ല, അവരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. നോമ്പിനെ ബഹുമാനിച്ച് ആദരിച്ച ആളുകൾ അവർക്ക് സങ്കടങ്ങളായിരിക്കും. നാളെ എങ്ങാനും മാസം കാണാൻ പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പൊക്കെ ആകാശ ലോകത്ത് ഇങ്ങനെ അവിടെ തങ്ങി നിൽക്കും. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്താലാണ് അത് നമ്മോട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് കയറുകയുള്ളൂ. മാസം കണ്ടത് മുതൽ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ